മനുഷ്യന്മാർക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്ത് കാര്യമാണെങ്കിലും ആദ്യം കിട്ടുന്ന ആ ഒരു കൗതുകം പിന്നീട് ഉണ്ടാവില്ല. എല്ലാ കാര്യങ്ങൾക്കും അല്ലേ, എല്ലാ ആളുകളും ജനറലൈസ് ചെയ്യുന്നില്ല, പക്ഷെ ഒരു സൂപ്പർ മെജോറിറ്റി ആളുകൾ അങ്ങനെയാണ്. പ്രത്യേകിച്ച് പ്രണയത്തിന്റെ കാര്യമൊക്കെ. പ്രണയിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് പൈങ്കിളിയാണ്, സ്നേഹമാണ്, കെയറിങ് ആണ്. അത് പ്രണയിച്ച് കല്യാണം കഴിച്ച ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തുടക്കകാലത്ത് ഭയങ്കര തേനും പാലും ചക്കരയൊക്കെ ആയിരിക്കും അല്ലേ. പിന്നീട് ലൈഫിന്റെ പല സ്ട്രഗിളിലൂടെ പോകുന്ന സമയത്ത് ആ ഒരു സ്നേഹമൊക്കെ പ്രണയിച്ച് കല്യാണം കഴിച്ച ആളുകളായിരുന്നു ഇതെന്ന് നമുക്ക് പറയാൻ കൺഫ്യൂസ്ഡ് ആവും. കാരണം ആ രീതിയിലേക്ക് രണ്ടുപേരും മാറിയിട്ടുണ്ടാവും. എനിക്ക് എപ്പോഴും പ്രത്യേകിച്ച് കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികളോട് പറയാനുള്ള എന്താ അറിയോ, സപ്പോസ് ഇപ്പം നിങ്ങൾ ഡൈവേഴ്സ് ആയി എന്ന് വിചാരിക്കുക, അങ്ങനെ ആവാതിരിക്കട്ടെ. അല്ലെങ്കിൽ നിങ്ങളെ ഭർത്താവ് മരണപ്പെട്ടു, അല്ലെങ്കിൽ അവരെന്തെങ്കിലും രോഗശയ്യയിലായി. ഈ സമയത്ത് നാട്ടിലും സമൂഹത്തിലും കുടുംബത്തിലൊക്കെ കുറച്ചൊക്കെ ഫസ്റ്റ് ആ ഒരു ഘട്ടങ്ങളിൽ നല്ല രീതിയിൽ നമ്മൾ കെയറിങ് ലുക്ക് ആഫ്റ്റർ ചെയ്യും. പിന്നീട് നമ്മുടെ സൊസൈറ്റിക്ക് ഒരു ബേർഡനാണ്. ഇനി എത്ര അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതുള്ളതാണ്. അതിന് സ്വന്തം കുടുംബമാണെങ്കിൽ പോലും ഒരു ബേർഡനാണ് അല്ലേ. നമ്മളെ വാപ്പ ഉമ്മ ഒക്കെ വയസ്സായ ആളുകളാവും. നമ്മളെ സഹോദരന്മാർ കല്യാണം കഴിഞ്ഞ് ഓരോ പാട്ടിൽ പോവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒറ്റക്കാവും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്കൊരു ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ഫാർ ബെറ്റർ എന്താണ്, ഒരാളെ നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യുന്ന ആവശ്യമില്ല. ഒരാളെ കയ്യിലും 10 രൂപക്ക് വേണ്ടിയിട്ട് കൈയാട്ടേണ്ട ആവശ്യമില്ല. ആ സമയത്ത് നിങ്ങൾ ചിന്തിക്കുക, എന്താ പറയുക, നല്ലൊരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ പഠിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഓടിപ്പോയിട്ട് പല കമ്മിറ്റ്മെൻറ്റുകൾക്കും പല ഓഫറുകളും ഉണ്ടാവും. അതിന് എത്ര തേനും പാലും ചക്കരയുള്ള ബന്ധങ്ങളാണെങ്കിൽ പോലും നിങ്ങൾ സെൽഫായിട്ടൊരു നിങ്ങളെ ഇഷ്ടപ്പെട്ടു തുടങ്ങുക. എത്ര വലിയ ബന്ധങ്ങളിലേക്ക് നിങ്ങൾ കെട്ടിച്ചയച്ചു വിടുകയാണെന്നുണ്ടെങ്കിലും നല്ലൊരു ജോബും നല്ലൊരു കരിയറും നിങ്ങൾ സെറ്റിൽ ചെയ്യുക. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോവുക. നിങ്ങൾക്കൊരു റെസ്പെക്റ്റ് ഉണ്ടാവും, നിങ്ങൾക്കൊരു എല്ലാ കാര്യങ്ങളിലും അങ്ങനെ ആയിരിക്കും അല്ലേ. ജസ്റ്റ് തോട്ട് ഇങ്ങനെ പറഞ്ഞു.